ने ഞങ്ങൾ അന്ന് കണ്ട സമയത്ത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോന്നപ്പോഴും ഈ ഒരു മൊമെൻറ്റിലും ഒക്കെ രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഇഷ്ടങ്ങൾ എന്താണോ അത് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അതിൽ ഇന്നത് ചെയ്യണ്ട, അങ്ങനെ വേണ്ട, അങ്ങനെയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾക്കും അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഫഷനും ഒക്കെ വാല്യൂം റെസ്പെക്റ്റും ഒക്കെ തരുന്ന ഒരാളാണ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ എന്താ പറയാ അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എന്നെ ചെറുപ്പം തൊട്ട് അവൾ വന്നതിന് ശേഷം കുറച്ച് കാലം ഞാൻ അവളെ നോക്കി. പിന്നെ അതിന് മൊത്തം എന്നെ എടുത്ത് എന്താ പറയുക, എന്നെ ഭയങ്കര കെയർ ചെയ്ത് നടന്ന അവളാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി സത്യം പറഞ്ഞാൽ ഞാൻ അവളെ നോക്കിയിൽ കുറവാണ്. എന്നെയാണ് ഏറ്റവും കൂടുതൽ അവൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അത് എനിക്ക് നല്ല രീതിയിൽ മിസ് ചെയ്യും. അവൾ പോകുമ്പോൾ എനിക്ക് എന്തോ ഓപ്പണായിട്ട് പറയാനായാലും ഷെയർ ചെയ്യാനായാലും അവൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അത് നല്ല പഠിക്കാനൊക്കെ അടിപൊളിയാണ്. ഇപ്പം എൻ്റെ എക്സാമിൽ ഞാൻ ഡൗട്ട് ഞാൻ ചോദിക്കുക അവൾക്കാണ്. അവൾ അതിന് തന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും. അതിനെനിക്ക് ഓൾറെഡി കുറേ കൊല്ലം മുമ്പ് അറിയാം. പിന്നെ എൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആദ്യം വീട്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ആദ്യം ഫാമിലിയായിട്ട് അറിയാം. എൻ്റെ നല്ല ഫ്രണ്ടാണ്. അതിനൊരു ഇപ്പോൾ ഇന്ത്യയായിട്ടുള്ള ബന്ധം വന്നപ്പോൾ നമുക്കൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. നമ്മളപ്പോൾ തന്നെ ഓക്കെ പറയുകയും ചെയ്തു. നമ്മൾ ഫാമിലിയായിട്ട് വന്ന് ആലോചിച്ചു, നമ്മൾ ഓക്കെ പറഞ്ഞു. അത് ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ എനിക്ക് താലി കെട്ടിക്കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി ഇമോഷൻസൊക്കെ ഇതായിരുന്നു. കാരണം അതിന് താലി കെട്ടുന്ന സമയത്ത് ഒരു ടെൻഷനായിരുന്നു. എന്താണിത് ഇങ്ങനെ അല്ലേ കറക്റ്റ് താലി കെട്ടാണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇതായിരുന്നു. പക്ഷെ കെട്ടിക്കഴിഞ്ഞിട്ടാണ് എല്ലാ ഇമോഷൻസ് കൂടി വന്നത്. ഇത്ര നാളത്തെ ഒരു ജേണി, ഇത്ര നാളത്തെ ഞങ്ങളുടെ പ്ലാനിങ്, ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സമയം തൊട്ടേ ഞങ്ങളിങ്ങനെ കല്യാണത്തിൻ്റെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ഇന്നത്തെ ഒരു ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം.
ഹിന്ദുവിന്റെ കല്യാണം ഉണ്ടല്ലോ, കൊറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് ഞങ്ങൾ കുറെ പ്ലാൻ ചെയ്ത് അങ്ങനെ റെഡിയാക്കിയ ഒരു പരിപാടിയാണ്. ഇതിന് കുറേ എക്സ്പെക്ടേഷനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായി. അതെ, അതനുസരിച്ച് നമ്മൾ അതിന്റെ കൂടെ അത് മീറ്റ് ചെയ്യാനായിട്ട് നിന്നിരുന്നു. അവൾ വിചാരിച്ച പോലെ തന്നെ ഏകദേശം എല്ലാം റെഡിയായി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഭംഗിയായിട്ടുണ്ട് എന്ന് വിചാരിക്കില്ല, ഭംഗിയായിട്ടുണ്ട്. ഇന്ദുവിനും ആദിക്കും അതെ ലൈഫ് ലോങ് എല്ലാവിധ സന്തോഷവും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.